ആലപ്പുഴയിൽ PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ മാറി നൽകി. ആലപ്പുഴ ലജനത്ത് സ്കൂളിൽ നടന്ന പരീക്ഷയിലാണ് ചോദ്യപേപ്പർ മാറി നൽകിയത്. ഇതോടെ സംസ്ഥാനത്തെ മുഴുവൻ സെന്ററുകളിലെയും പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നു. കമ്പനി കോർപ്പറേഷനുകളിലെ LGS ഉൾപ്പെടെ വിവിധ തസ്തികകളിലേക്കുള്ള പരീക്ഷയാണ് മാറ്റിയത്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, എങ്ങനെയാണ് ഈ പിഴവ്, വലിയ പിഴവ് സംഭവിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. കമ്പനി കോർപ്പറേഷനുകളിലെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്കുള്ള PSCയുടെ പ്രാഥമിക പരീക്ഷയാണ് നടന്നത്. രാവിലെയും ഉച്ചയ്ക്കായിട്ടായിരുന്നു പരീക്ഷകൾ ഉണ്ടായിരുന്നത്. രാവിലത്തെയും ഉച്ചത്തേക്കെയും ചോദ്യപേപ്പറുകൾ ഒന്നിച്ച് മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇത് അറിയാതെ അധ്യാപകർ ഉച്ചയ്ക്കത്തെ ചോദ്യപേപ്പർ എടുത്ത് കുട്ടികൾക്ക് വിതരണം ചെയ്തതിന് ശേഷമാണ് ഇത് ഉച്ചയ്ക്കത്തെ പരീക്ഷയാണെന്ന് തിരിച്ചറിയുന്നതും ആ ചോദ്യപേപ്പർ തിരികെ വാങ്ങുന്നതും. ഇതുമൂലം PSCയുടെ ബാക്കിയുള്ള ജില്ലകളിലെല്ലാം ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ടിയിരുന്ന ഈ തസ്തികയുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകളെല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. PSC അത് ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിലൂടെ തന്നെ ഇക്കാര്യം, അതായത് ചോദ്യപേപ്പർ മാറി നൽകി എന്നുള്ള കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ PSCയുടെ ഒരു വിശദീകരണം, രാവിലത്തെ പരീക്ഷ തെറ്റുകൂടാതെ തന്നെ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ വീണ്ടും നടക്കും എന്നുള്ളതാണ് PSCയുടെ വിശദീകരണം. നമുക്കറിയാം രഘു, ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളൊക്കെ PSC ചുറ്റിപ്പറ്റിയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പിഴവൊരു സാങ്കേതിക പിഴവെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു PSC. ഇപ്പോൾ ഈ മാറ്റിവെച്ച പരീക്ഷ റദ്ദാക്കുന്ന അതിൻ്റെ തുടർ നടപടികളെ സംബന്ധിച്ചൊക്കെയുള്ള വിദ്യാർത്ഥികളുടെ ആശങ്കകളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനം എങ്ങനെ പ്രതീക്ഷിക്കുന്നു? അങ്ങനെ ഒരു അറിയിപ്പ് വ്യക്തമായി പറയുന്നുണ്ടോ? PSC പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ് എത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ചോദ്യപേപ്പർ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഒരു പിഴവുണ്ടായി. നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരമാണ്. അതായത് PSC ഉദ്യോഗസ്ഥരും 15ഓളം അധ്യാപകരുമായിരുന്നു ഈ പരീക്ഷ ഡ്യൂട്ടിക്കായിട്ട് ഉണ്ടായിരുന്നത്. ഈ PSC ഉദ്യോഗസ്ഥർ ഈ പരീക്ഷാ ഹാളിലേക്ക് പോയ സമയത്താണ് അധ്യാപകർ ഈ ചോദ്യപേപ്പർ എടുത്തതെന്ന് പറയുന്നു. ഔദ്യോഗികമായ വിശദീകരണമല്ല, നമ്മൾ ഈ സ്കൂളിൽ എത്തിയപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. അങ്ങനെ അധ്യാപകർ ഈ ചോദ്യം എടുത്തത്, അതായത് ആഫ്റ്റർനൂൺ എന്നും, അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ളതിന് പ്രത്യേകം ആഫ്റ്റർനൂൺ എന്ന് എഴുതി വെച്ചിരുന്നു, രാവിലെ ഉള്ളതിന് അങ്ങനെയും എഴുതി വെച്ചിരുന്നു. ഈ ആഫ്റ്റർനൂൺ AN എന്ന് എഴുതിയ കെട്ടാണ് അധ്യാപകർ എടുത്തുകൊണ്ട് പോയത്. ഇത് അവിടെ പരീക്ഷാ ഹാളിൽ വിതരണം ചെയ്യുകയും ചെയ്തു. 10 കൂടിയാണ് വിതരണം ചെയ്തത്. ചില ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷ പേപ്പർ കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ആ ചോദ്യപേപ്പർ കിട്ടിയപ്പോൾ അവർക്കാണ് ഈ സംശയം തോന്നിയത്, ചോദ്യപേപ്പർ മാറിപ്പോയോ എന്നുള്ളൊരു സംശയം അവരാണ് ഉന്നയിച്ചത്. അങ്ങനെയാണ് ചോദ്യപേപ്പർ മാറിപ്പോയെന്ന് തിരിച്ചറിയുകയും ആ ചോദ്യപേപ്പർ മടക്കിയെടുക്കുകയും രാവിലെ നടത്തേണ്ടിയിരുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ പിന്നീട് നൽകുകയും ചെയ്തത്. എന്തായാലും PSC ഇത്തരത്തിലുള്ളൊരു വീഴ്ച സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അന്വേഷണം നടത്തും. അല്പസമയം മുമ്പ് ഇവിടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇക്കാര്യങ്ങളെല്ലാം PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഹെഡ് ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് എന്താണ് തീരുമാനം എന്നുള്ളതനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. ശരി. രഘുനാഥാണ് വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമുണ്ട്, അതുകൂടി കേൾക്കാം. ഇല്ല, സംഗതി ഇത് രാവിലത്തത് ക്വസ്റ്റ്യൻ പേപ്പർ മാറി പൊട്ടിച്ചു പോയി. നമ്മുടെ PSC എപ്പോഴും ആളുണ്ടാവും, പക്ഷേ അവർ സ്കൂളിൽ റൗണ്ട്സിന് പോകുന്ന സമയത്താണ് വിതരണം നടത്തിയത്. അത്രേ ഉള്ളൂ. അങ്ങനെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു പരീക്ഷയാണ്. അതിൻ്റെ നടപടിക്രമങ്ങളിലാണ് വീഴ്ച വന്നിരിക്കുന്നത്. ചോദ്യപേപ്പർ മാറി നൽകി പരീക്ഷ റദ്ദാക്കിയിരിക്കുകയാണ്.